നമ്മുടെ മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഒരു ഉന്നതന് പണം നൽകി എന്ന് ഒരു പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രവാസി വ്യവസായി എത്തിയത് കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വഴിയാണ്. രമേശ് ചെന്നിത്തലയാണ് ഈ പ്രവാസി വ്യവസായിക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ആ വ്യവസായി പറഞ്ഞ വഴിയിലൂടെ അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. അതിലാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തെത്തി ഉന്നതന് പണം നൽകിയെന്ന ഒരു വിവരമുള്ളത്. ആരാണ് ആ ഉന്നതൻ എന്ന് നമുക്കറിയില്ല. മറ്റൊന്ന്, ദൈവതുല്യനായ ഒരാൾ എന്ന് ഒന്നിലധികം തവണ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ ദൈവതുല്യൻ? ഇന്ന് പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, MLA ആണ്, പ്രധാനപ്പെട്ട CPM നേതാവാണ്. അപ്പോൾ ഇന്ന് പത്മകുമാറിനോട് കടകംപള്ളിയാണോ ആ ദൈവതുല്യൻ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തത വരുത്തിയില്ല. ആണെന്നോ അല്ലെന്നോ പറയാതെ മറ്റെന്തോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ശവന്തീനികൾ അല്ലെന്നോ വേട്ടനായ്ക്കൾ അല്ല എന്നോ മറ്റോ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇത്തരം 2-3 വിവരങ്ങൾ പിന്നീട് പുറത്തു വന്ന ഈ ചിത്രങ്ങൾ, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള സൗഹൃദം വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ, അതിന്റെ ആധികാരികത എനിക്ക് തോന്നുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ ചോദ്യം ചെയ്യാത്തടത്തോളം കാലം ആ ചിത്രത്തെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് പുറത്തുവിട്ടതും അതിനെപ്പറ്റി സംസാരിച്ചതും ഒക്കെ കേരളത്തിലെ പൊതുപ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറെ വിവരങ്ങൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൽ അന്വേഷണ സംഘം ഒരു വ്യക്തത വരുത്താനായിരിക്കാം ചോദ്യം ചെയ്തത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സംശയ നിഴലിലാണ് മുൻ അയ്യന്റെ പൊന്നുകെട്ട കളിയില് ഈ കളി ഇപ്പൊ പുരോഗമിക്കുകയാണ്. CPM വേഴ്സസ് ഹൈക്കോടതി, അല്ലെങ്കിൽ CPM വേഴ്സസ് SIT എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും ബാറ്റ് ചെയ്യുന്നത് CPM ആണ്. CPM-ൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആദ്യം തുടക്കം നിന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും വിക്കറ്റ് പോയി. അത് കഴിഞ്ഞ് അടുത്ത സ്ഥാനത്തേക്ക് വന്ന വാസുവും പത്മകുമാറും അവരും അകത്തേക്ക് പോയി. ഇപ്പോ കളി മിഡിൽ ഓർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ N വിജയകുമാറിന്റെ വിക്കറ്റ് നേരത്തെ പോയി കഴിഞ്ഞു. ഇപ്പോ ക്രീസിലുള്ളത് കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും. എന്ന് പറഞ്ഞാൽ അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. അപ്പോ ക്രീസിലാണ് ഉള്ളത്. ആരും തിരക്ക് കൂട്ടണ്ട. മിഡിൽ ഓർഡർ ആണ്. അത്യാവശ്യം ഓപ്പണിങ് മുൻനിര ബാറ്റ്സ്മാൻമാർ ഒന്നടങ്കം തകർന്ന് തരിപ്പണമായതുകൊണ്ട് ഇപ്പൊ നിർദ്ദേശം എന്ന് പറയുന്നത് അടിച്ച് വലിയ കാടനടിയൊന്നും അടിക്കണ്ട, വലിയ രീതിയിലുള്ള ആക്രമിച്ചുള്ള കളി വേണ്ട, പ്രതിരോധിച്ചാൽ മതി. മാക്സിമം കുറച്ചു നേരം റണ്ണൊന്നും എടുത്തില്ലെങ്കിലും വിക്കറ്റ് പോകാതെ നോക്കണം എന്നുള്ളതാണ് കോച്ചിന്റെ, രാജാവിന്റെ ഓർഡർ. അപ്പോ വിക്കറ്റ് പോകാതെ നോക്കാനാണ് കടകംപള്ളിയും ശ്രമിക്കുന്നത്, PS പ്രശാന്തും ശ്രമിക്കുന്നത്. പക്ഷേ ബോളർമാര്, ഇത് ബോളിങ്ങിനെ തുടക്കുന്ന പിച്ചാണ്. ബോളർമാരാണെങ്കിലോ നല്ല ഫോമിലാണ്. ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നും സീമിങ്ങും പേസും ഒക്കെ വളരെ കൃത്യമായിട്ട് തീയുണ്ട കണക്കെ, വെടിച്ചില് കണക്കെ പാഞ്ഞു പോകുന്ന ബോളർമാരാണ് മറുവശത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര നേരം കടകംപള്ളിക്കും PS പ്രശാന്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. എന്താണെങ്കിലും ഗ്രീസിലുള്ളത് ഈ പറയുന്ന കടകംപള്ളിയും PS പ്രശാന്തുമാണ്. അപ്പോ ഇന്ന് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഇന്ന് കോടതിയിലെ പത്മകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിട്ടുണ്ട്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷയല്ല, ജാമ്യാപേക്ഷ കോടതിയിൽ വന്നിട്ടുണ്ട്. കോടതി പറഞ്ഞത് അവിടെ നിൽക്ക്, ആയിട്ടില്ല, പരിഗണിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് പരിഗണിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞ, പരിഗണിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പരിഗണിച്ചിട്ട് എന്തെങ്കിലും നിരീക്ഷണം നടത്തുകയല്ല ചെയ്തത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത്, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് SIT-യോട് കൂടെ പറഞ്ഞത്, കേസന്വേഷണമൊക്കെ ഒരു മെല്ലപ്പോക്കിലാണല്ലോ, അങ്ങനെ വാർത്തകളുണ്ടല്ലോ, ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നുള്ള വാർത്തകളുണ്ടല്ലോ എന്നൊക്കെയാണ് വാക്കാലുള്ള ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തി വെച്ചിരിക്കുന്നത്. അപ്പോ ഹൈക്കോടതി ആ നിരീക്ഷണം നടത്തി വെച്ചത് വെറുതെ അല്ല. കാരണം രാജാവ് ക്രീസിലിറങ്ങിയ, ബാറ്റിങ്ങിന് ഇറങ്ങിയ കടകംപള്ളിയോടും PS പ്രശാന്തിനോടും മുൻനിര തകർന്നടിഞ്ഞതുകൊണ്ട് രാജാവ് പറഞ്ഞത് പ്രതിരോധിച്ചാൽ മതി എന്നാണ്. വലിയ റൺമലയൊന്നും സൃഷ്ടിക്കേണ്ട, പ്രതിരോധിച്ചാൽ മതി.
പെട്ടെന്ന് വിക്കറ്റ് പോയിട്ട് കൂടാരം കയറണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. ഏത് വാക്കാലുള്ള നിരീക്ഷണം? മെല്ലപ്പോക്കാണെന്ന് വാർത്തകൾ ഉണ്ടല്ലോ, ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നുള്ള വാർത്തകൾ ഉണ്ടല്ലോ എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ആ വിക്കറ്റ് ഏത് നിമിഷവും പോകും. ഏത് നിമിഷവും അയ്യന്റെ പൊന്നുകെട്ട കേസില് കടകംപള്ളി അകത്താകും. ഇപ്പൊ ഈ കടകംപള്ളിയുടെ കാര്യം പറയുമ്പോ അവിടെ വേറൊരു കോമഡി മറുപുറത്ത് നടക്കുന്നുണ്ട്. അത് ചാനലുകാർ പലപ്പോഴും വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണത്. എന്താണ് ആ കോമഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാനനഷ്ട കേസ് VD സതീശനെതിരെ തിരുവനന്തപുരത്ത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ കടകംപള്ളിയുടെ വക്കീലും VD സതീശന്റെ വക്കീലും ഒക്കെ കോടതിയിൽ വന്ന സമയത്ത് അന്ന് കടകംപള്ളിയുടെ വക്കീല് VD സതീശന്റെ വക്കീലിനോട് ചോദിച്ചത്, ഈ അയ്യന്റെ പൊന്ന് കട്ട സ്വർണ്ണക്കള്ളൻ എന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്നതാണ്. അപ്പൊ VD സതീശന്റെ വക്കീൽ പറഞ്ഞത്, ഞാനത് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിട്ട് പറയാം, അദ്ദേഹമാണ് അങ്ങനെ വിളിക്കാൻ പറഞ്ഞത് എന്നാണ് VD സതീശന്റെ വക്കീൽ പറഞ്ഞത്. അന്ന് അതവിടെ തീർന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 തവണ 3 തവണയായി കോടതി ഈ കേസ് പരിഗണിക്കുന്നു. ആ അവസരത്തിലൊന്നും കടകംപള്ളിയുടെ വക്കീൽ കോടതിയിൽ എത്തിയിട്ടില്ല. ആരാണ് കേസ് കൊടുത്തത്? മാനനഷ്ട കേസ് കൊടുത്തത് കടകംപള്ളിയാണ്. ആ കടകംപള്ളിയുടെ വക്കീലാണ് ഇപ്പൊ കഴിഞ്ഞ 2-3 തവണയായി ഹിയറിംഗിന് വെച്ചിട്ടും കോടതിയിൽ ഹാജരാവാതിരിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കടകംപള്ളിയെ SIT പിടിച്ചു കുടയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി പറയുന്നത് ഉന്നതരിലേക്കൊന്നും എത്തുന്നില്ലല്ലോ എന്ന് പറയുന്നത്. വാർത്തകൾ ഈ പറയുന്ന മെല്ലപ്പോക്കാണെന്ന് വാർത്തകൾ ഉണ്ടല്ലോ എന്ന് ഹൈക്കോടതി വാക്കാലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നതും അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. അവിടെയാണ് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ വളരെ പ്രസക്തമാകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഇനി അടുത്തൊരു കാര്യം കൂടിയും പറയാം. ആ അടുത്ത കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ വളരെ ആധികാരികമായിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഷിബു ബേബി ജോൺ 2 ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ദിവസം മുമ്പാണ്. അതില് ഷിബു ബേബി ജോൺ അതിനോടൊപ്പം ചെറിയൊരു കുറിപ്പ് കൂടി ഉണ്ട്. ആ കുറിപ്പ് കൂടി വായിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം. ഈ ചിത്രങ്ങൾ നേരത്തെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ? പോറ്റി സോണിയാഗാന്ധിയെ കണ്ടപ്പോഴല്ല ശബരിമലയിൽ മോഷണം നടന്നത്. സോണിയാഗാന്ധി വിചാരിച്ചാൽ ഒരാളെയും ശബരിമലയിൽ കയറ്റാനും കഴിയില്ല. മറിച്ച് ഈ ചിത്രത്തിൽ പോറ്റിക്കൊപ്പം നിൽക്കുന്ന മഹാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ശബരിമലയിൽ സ്വർണം പമ്പ കടന്നുപോയത്. ഇവർ ഇരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ആണെന്ന് തോന്നുന്നു. കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാട്? കൂടെ ഇരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇവരുമായി എന്താണ് ബന്ധം? മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഇതിൽ യാതൊരു ദുരൂഹതയും തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 ചിത്രങ്ങൾ, കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വളരെ 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 സൗഹാർദ്ദപരമായി എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളാണ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ ഇപ്പൊ ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന കടകംപള്ളിയും PS പ്രശാന്തും, കാരണം ഈ കളി തീരണമെങ്കിൽ ഈ 2 വിക്കറ്റുകൾ പോകണം. വിക്കറ്റ് പോകാതെ കളി തീരൂല. അപ്പോ കളി തീരും. അപ്പൊ വിക്കറ്റ് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എത്ര നേരം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മർമ്മപ്രധാനമായ ചോദ്യം. ആ ചോദ്യം അത്രയധികം സമയം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മെല്ലപ്പോക്കാണ്, ഉന്നതരിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പാട്ടില് പറഞ്ഞതുപോലെ തന്നെ അയ്യന്റെ പൊന്ന് കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പാടാൻ കഴിയും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ രമേശ് ചെന്നിത്തല ഒരു വ്യവസായിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥര് രമേശ് ചെന്നിത്തല പറഞ്ഞതനുസരിച്ച് ഈ വ്യവസായിയെ ചോദ്യം ചെയ്തപ്പോൾ, വ്യവസായിയുടെ മൊഴി എടുത്തപ്പോ വ്യവസായി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അയ്യന്റെ പൊന്നുകെട്ട് ഉണ്ടാക്കിയ പൈസ
അത് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തെ ഒരു ഉന്നതന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയിട്ട് തിരുവനന്തപുരത്തെ ഒരു ഉന്നതന് കൈമാറിയിട്ടുണ്ട്. ആ ഉന്നതൻ ആരാണ്? ഇനി അതാണ് നമുക്കറിയേണ്ടത്. ഉന്നതൻ കടകംപള്ളിയോ? വ്യവസായി പറഞ്ഞ ഉന്നതൻ കടകംപള്ളിയോ? ഇപ്പോ മറ്റ് ചില വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് ആ വാർത്തകൾ? ആ വാർത്തകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പുതിയ AKG സെന്റർ, ഈ AKG സെന്റർ നിർമ്മാണത്തിലേക്ക്, ഈ AKG സെന്ററിന്റെ നിർമ്മാണത്തിലേക്ക് ഈ പറയുന്ന അയ്യന്റെ പൊന്നുകെട്ട പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. പുതിയ AKG സെന്റർ, തിരുവനന്തപുരത്തെ പുതിയ AKG സെന്റർ, ഈ കഴിഞ്ഞ വർഷം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പുതിയ AKG സെന്റർ, പഴയതല്ല, പുതിയ AKG സെന്ററിന്റെ നിർമ്മാണത്തിലേക്ക് ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കട്ട പണം AKG സെന്ററിന്റെ നിർമ്മാണത്തിലേക്ക് എത്തി. വ്യവസായി കൊണ്ടുവന്ന് ഉന്നതന് കൊടുത്ത പണം ഉപയോഗിച്ചത് AKG സെന്റർ നിർമ്മാണത്തിന്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അയ്യന്റെ പൊന്ന് കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ സഖാക്കളാണ് അയ്യപ്പ എന്ന് നിസ്സംശയം നമുക്ക് കേരളക്കരക്ക് ഉറക്കെ, അതിലും ഉറക്കെ വിളിച്ചു പറയാൻ കഴിയും. അയ്യന്റെ പൊന്ന് കട്ടതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാൻ സാധിക്കുകയാണ്. PS പ്രശാന്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് എത്രമാത്രം ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ആ ഇടപെടലുകൾ ഇപ്പോ ഈ വ്യവസായി പറഞ്ഞ ഉന്നതന് പണം കൈമാറി എന്ന് പറയുന്ന ഉന്നതൻ ഇടപെട്ടതും ഒക്കെ എത്ര കാലമായിട്ട് ഇതിനെ മറച്ചു വെക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. വാസു ദേവസ്വം പ്രസിഡന്റായി, പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായി, അത് കഴിഞ്ഞ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റായി. ഒരു ദേവസ്വം പ്രസിഡന്റുമാരും അയ്യന്റെ പൊന്ന് കട്ടതിനെ കുറിച്ച് പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഇത് പുറത്തേക്ക് വന്നു? പുറത്തേക്ക് വന്നത് ഹൈക്കോടതി ഇടപെട്ടപ്പോ. പിണറായി വിജയൻ പറഞ്ഞോ? പിണറായി വിജയൻ പറഞ്ഞില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി പറഞ്ഞോ? പുറത്ത് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വന്ന ദേവസ്വം മന്ത്രി പുറത്ത് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എല്ലാവരും കട്ടത് അറിയാവുന്ന ആളുകളാണ്. ആ കട്ടപ്പണം കിട്ടിയ ഉന്നത വാങ്ങി വെച്ച ഉന്നതനെയും എല്ലാവർക്കും അറിയാം. ആ കട്ടപ്പണം എന്തിനുപയോഗിച്ചു? തിരുവനന്തപുരത്തെ പുതിയ AKG സെന്റർ പണിയാൻ ഉപയോഗിച്ചോ? അതും ഈ ഉന്നതന്മാർക്ക് അറിയാം. വൈകാതെ വിക്കറ്റുകൾ, പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ഇനിയാണ് പോകാനിരിക്കുന്നത്. കാരണം ഓപ്പണിംഗ് ആയിട്ട് ഇറക്കിയതൊക്കെ പുതുമുഖങ്ങളെയായിരുന്നു. എക്സ്പീരിയൻസ്ഡ് വെറ്ററൻ താരങ്ങള് മിഡിൽ ഓർഡറിലേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മിഡിൽ ഓർഡർ ബാറ്റിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏത് നിമിഷവും വിക്കറ്റുകൾ പോകും. കാരണം ഇത് ബോളിംഗ് പിച്ചാണ്. ലെഗും ഓഫ് സ്പിന്നും ലെഗ് സ്പിന്നും സീമും ഒക്കെ വേണ്ട വിധം പ്രതിഫലിക്കുന്ന ബോളിംഗ് പിച്ചാണ്. വിക്കറ്റുകൾ ഉടനടി പോകുന്നതായിരിക്കും.